ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:1 പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഓരോ പീഡാനുഭവ കാലഘട്ടത്തിലും സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ആഴമായ കരുണയും ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. സഭയിലൂടെ 2 തലത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഒന്ന്, പിതാവിൻ്റെ അനന്തമായ സ്നേഹം. 2, പുത്രനായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കരുണ. അതായത് ഉൽപ്പത്തി 3:9 മനുഷ്യൻ എത്രത്തോളം പാപമൂലം അകന്നുപോയോ അത്രത്തോളം അനന്തമായ സ്നേഹത്താൽ ദൈവം മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ആദം നീ എവിടെയാണ്? പുരുഷനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെയാണ്? ദൈവത്തിന് അറിയാമായിരുന്നു അവൻ പഴം ഭക്ഷിച്ചത്. ദൈവം കണ്ടിരുന്നു മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം എവിടെ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം എവിടെ? മനുഷ്യൻ എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അത്രത്തോളം മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി അനന്തമായ സ്നേഹത്താൽ മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമ്മളെ കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. കർത്താവ് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ വെളിപ്പെട്ട കരുണയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയാണെങ്കിൽ പിതാവിൻ്റെ അനന്തമായ സ്നേഹം അവളെ വെളിപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം മനുഷ്യൻ പാവമൂലം അകന്നു പോകുന്നോ അത്രത്തോളം പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചൊരു ദൈവമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് വിളിച്ചു പറഞ്ഞു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾക്ക് മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ട് പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. യെശയ്യായിലൂടെ വീണ്ടും പറഞ്ഞു, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയ്ക്ക് പുത്രനോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സക്രിയ പ്രവാചകനിലൂടെ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. ഓസിയ 2:14 പറഞ്ഞു, ഞാൻ നിന്നെ വശീകരിച്ച് ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടും മനുഷ്യന് അത് മനസ്സിലാവുന്നില്ല. മനുഷ്യൻ ഇവിടെ പരാജയപ്പെടുകയാണ്. പ്രവാചകന്മാര് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവിടെ പരാജയപ്പെടുകയാണ്. ദൈവം പിന്നെ ശിക്ഷിക്കുന്നവനായി മനുഷ്യഹൃദയങ്ങളിൽ രൂപപ്പെടുകയാണ്. എന്നാൽ മനുഷ്യൻ അവിടെ പരാജയപ്പെട്ട സ്ഥലത്ത് ദൈവം വീണ്ടും തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേക കൊടും കുറ്റവാളികളെ, അനേക കഠിന പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് പിതാവിൻ്റെ അനന്തമായ സ്നേഹമാണ്. പിതാവിൻ്റെ സ്നേഹത്തിന് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു പാപിയും ഈ ലോകത്തിലില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു അനുഭവം കേൾക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. കൊടും കുറ്റവാളിയെ കൊണ്ട് ഇഞ്ചിഞ്ചായി ചതച്ചിട്ടും ഒന്ന് കരയാതിരുന്ന മനുഷ്യൻ ജയിലറയിൽ കടന്നപ്പോൾ ഒരു സുവിശേഷകനിലൂടെ യെശയ്യാ 49:15 തിരുവചനം കേട്ട സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി അദ്ദേഹം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആയിത്തീർന്ന ചരിത്രവും ഞാൻ കേട്ടിരുന്നു. എൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉള്ളിലാണ്. ആദ്യത്തെ ധ്യാനം 3 ദിവസത്തെ ധ്യാനം കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു 2002 അവസാന കാലഘട്ടത്തിൽ. ഞാൻ ആ ശുശ്രൂഷ വേളകളിൽ കണ്ടു കഠിന ഹൃദയര്, മാനസാന്തരമില്ലാത്തവര്, കൊടും കുറ്റവാളികള് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് വിതുമ്പിയിട്ട് ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പിതാവിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ആയിത്തീരുന്നത് ഞാൻ കണ്ടിരു പ്രിയപ്പെട്ടവരെ. ചിലരൊക്കെ വന്ന് അവരുടെ ഹൃദയം എൻ്റെ മുമ്പിൽ വന്ന് എളിയ ദാസന്റെ മുമ്പിൽ തുറക്കുന്ന 2002 അവസാന കാലഘട്ടത്തിൽ. അതാണ്
ജെറമിയ 23:29 പറയുന്നത്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഓരോ വചനവും ഏതൊരു കഠിനഭാവികളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴും കഠിനമായ ഹൃദയങ്ങൾ തകർന്ന് മൃദുലമായ ഹൃദയമായി മാറും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ലൂടെ വെളിപ്പെട്ട കരുണയിലേക്ക് ആശ്രയിക്കണമെങ്കിൽ പിതാവായ ദൈവം അനന്തമായ സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് പഴയ നിയമത്തിലെ ദൈവം ശിക്ഷിക്കുന്നവനല്ല, പഴയ നിയമത്തിലെ ദൈവം സ്നേഹമാണ്. പുതിയ നിയമത്തിന്റെ ആമുഖത്തിലൂടെ കടന്നു പോകണം. ജീവസ്രോതസ്സായ ദൈവത്തിൽ നിന്നും പാപമൂലം അകന്നുപോയ മനുഷ്യ സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം നടത്തിയ നിരന്തര ശ്രമങ്ങളുടെ ചരിത്രമാണ് രക്ഷാചരിത്രം. ഈ രക്ഷാചരിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് പഴയ നിയമം. അത് ശിക്ഷയുടെ ചരിത്രമല്ല, അത് മനുഷ്യനെ തകർക്കുന്നതിന്റെ ചരിത്രമല്ല. പഴയ നിയമത്തിന്റെ ചരിത്രം രക്ഷയുടെ ചരിത്രമാണെന്ന് പുതിയ നിയമത്തിന്റെ ആമുഖത്തിൽ തുടക്കത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യന് മനസ്സിലാകാൻ പറ്റാത്തതിന്റെ കാരണം പഴയ നിയമത്തിലെ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വായിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന ചില വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ഇന്ന് അനേക മനുഷ്യര് കുറ്റബോധത്തിലും നിരാശയിലും ഭയത്തിലും അടിമത്തത്തിലും ആണ്ടുപോകുന്നത്. എൻ്റെ നവീകരണത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ചില ധാരണകളാണ്. ഒരു പാപം ചെയ്താലും 10 പാപം ചെയ്താലും ശിക്ഷ ഒന്നാണ്. അതുകൊണ്ട് കുമ്പസാരിച്ച് കഴിഞ്ഞ് ഒരു തിന്മ ചെയ്യുമ്പോഴത്തേന് ഓടിപ്പോയി വീണ്ടും 10 എണ്ണം ചെയ്യും അടുത്ത കുമ്പസാരത്തിന് വേണ്ടി. എന്നാൽ പിതാവിൻ്റെ സ്നേഹം എൻ്റെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയപ്പോഴത്തിന് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരുണയാണ് എൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിച്ചത്. അവിടെയാണ് പരിശുദ്ധാത്മാവിൽ ചെയ്തുപോയ ചെറിയ തെറ്റുകളെ ഓർത്ത് വലിയ വേദനയോടുകൂടി അനുദപിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ തിരുവചനങ്ങളിലൂടെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഈ രഹസ്യം അറിഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട പീഡാസഹനത്തിൽ നിന്നേ പഴയ നിയമം വായിക്കാവുള്ളൂ. അപ്പോഴേ പഴയ നിയമത്തിലെ ദൈവം സ്നേഹമാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പണ്ട് ചെയ്തു പോയ തിന്മയെ ഓർത്ത്, പണ്ടെപ്പോഴോ ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഓർത്ത് ആവർത്തിച്ച് കുമ്പസാരിച്ചിട്ടും അതിൻ്റെ പീഡ വിട്ടുപോകാതെ കുറ്റബോധം പോലെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് അനേകം മനുഷ്യർ ആവർത്തിച്ച് കുമ്പസാരിച്ചിട്ടും കുറ്റബോധം വേട്ടയാടുകയാണ്. കാരണം എന്താ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണ്. പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ്. പഴയ നിയമം വായിക്കുമ്പോൾ കുറ്റബോധം വരാനുള്ള കാരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 2 കൊറിന്ത്യർ 3-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴൊക്കെ അതേ മൂടുപടം വീണ്ടും അവശേഷിക്കുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ആ മൂടുപടം നീക്കപ്പെടത്തുള്ളൂ. കർത്താവ് ആത്മാവാണ്, ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യവുമുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. പ്രിയപ്പെട്ടവരെ, പാപമൂലം എത്രത്തോളം അകന്നുപോയ മനുഷ്യന്റെ അരികിലേക്ക് അത്രത്തോളം കരുണയായി ക്രിസ്തു കടന്നു വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തേടി വന്നതാണ് ക്രിസ്തുവിൻ്റെ കരുണ. മനുഷ്യൻ എത്രത്തോളം ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയോ, എന്നാൽ അത്രത്തോളം ക്രിസ്തു മനുഷ്യന്റെ അരികിലേക്ക് കരുണയായി ഇറങ്ങി വരികയാണ്. വിശുദ്ധ പൗസ്തീന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. 1459 വിശുദ്ധ പൗസ്തീന പറയുകയാണ്: എൻ്റെ കരുണയിൽ വലിയ ശരണത്തോടെ ആശ്രയിക്കാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ പൗസ്തീനയോട് കർത്താവിൻ്റെ പീഡാസഹനം വെളിപ്പെടുത്തി കൊടുത്തിട്ട് പൗസ്തീനയോട് കർത്താവ് പറയുകയാണ്, എൻ്റെ കരുണയിൽ വലിയ ശരണത്തോടെ ആശ്രയിക്കാൻ മക്കളെ നീ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. ആത്മാക്കളെ, പാപത്തിൽ കെട്ടപ്പെട്ടു പോയി കിടക്കുന്ന ആത്മാക്കളെ, നിരാശയിലും കുറ്റബോധത്തിലും അടിമത്തത്തിൽ ആണ്ടുപോയിരിക്കുന്ന
നിത്യ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള കൊടും കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗസ്തീനയോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, പാപിയും ബലഹീനയുമായ ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. നീ എത്ര വലിയ തീവ്രവാദിയാണെങ്കിലും, നീ ആയിരക്കണക്കിന് മനുഷ്യ വ്യക്തികളെ കൊന്ന വ്യക്തിയാണെങ്കിലും, വേശ്യാവൃത്തിയിൽ അടിമപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിലും, മോഷണത്തിലും മറ്റു കൊടും കുറ്റവാളിയായി നീ അധപ്പതിച്ചു പോയ വ്യക്തിയാണെങ്കിലും, പ്രിയ സഹോദര സഹോദരി, ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് നീ തോന്നിയിട്ട് ഇപ്പോൾ നീ പാപത്തിന്റെ ചെളിക്കൂടിലാണെങ്കിൽ, കർത്താവിന്റെ ആത്മാവിൽ വിശുദ്ധ പൗസ്തീനയോട് പറയുകയാണ്, എന്നെ ആശ്രയിക്കാൻ നീ ഭയപ്പെടേണ്ട. തീവ്രവാദിയായ ഏതൊരു മനുഷ്യനും ക്രിസ്തുവിന്റെ ആഴമായ കരുണയിൽ ആശ്രയിക്കാം. ശരീരം വിറ്റ് ജീവിക്കുന്ന ഏതൊരു കൊടും പാവിനിക്കും ക്രിസ്തുവിന്റെ കരുണയിൽ ആശ്രയിക്കാം. മോഷ്ടാവും പിടിച്ചുപറിച്ചും സമൂഹത്തിൽ വിലകെട്ടവനും വിലകെട്ടവളുമായി ജീവിച്ച് നിത്യ നരകത്തിലേക്ക് പോകാനുള്ള ഒരു വ്യക്തിയല്ല സഹോദര സഹോദരി നീ. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ വെളിപ്പെട്ട കരുണ നിനക്ക് വേണ്ടിയുള്ളതാണ്. ക്രിസ്തുവിന്റെ കുരിശിൽ വെളിപ്പെട്ട രക്ഷ നിനക്ക് സൗജന്യമാണ്. വീണ്ടും പൗസ്തീനോട് പറയാണ്, ആ ആത്മാവിന്റെ പാപങ്ങൾ ലോകത്തിലെ മണൽത്തരികളേക്കാൾ, ലോകം മുഴുവനിലുമുള്ള മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യുന്നതമായ എൻ്റെ കരുണയിൽ ആഴ്ന്നു പോകും. അവയെല്ലാം അത്യുന്നതമായ കരുണയിൽ ആഴ്ന്നു പോകും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം എന്തുകൊണ്ടാണ് വെളിപ്പെട്ട് കിട്ടിയത്? എന്തുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആദത്തിന്റെ പിറകെ ചെന്നത്? എന്തുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറഞ്ഞത്, മക്കളെ എൻ്റെ സ്നേഹം അനന്തമാണ്, മക്കളെ എൻ്റെ സ്നേഹം അനന്തമാണ് എന്ന് വിളിച്ചു പറഞ്ഞത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മയ്ക്ക് പുത്രനോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാൽ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, വാ തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പിതാവായ ദൈവം പ്രവാചകന്മാരെ പിന്നീട് അയച്ചത്? എന്നിട്ടും പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ പരാജയപ്പെട്ട സ്ഥലത്ത് പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധത്തിൽ ലോകത്തിൽ പാപികളായിരുന്ന മക്കൾക്ക് വേണ്ടി സ്വപുത്രനെ ഏൽപ്പിച്ച് തന്നത്. അതാണ് റോമ 5:8 പറയുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. അതാണ് ആദ്യം പറഞ്ഞത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. പ്രിയപ്പെട്ട, ഒരു ആത്മാവിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ കരുണയെക്കുറിച്ച് അറിയണമെങ്കിൽ യൂദാസും യേശുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കണം. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യേശു ആഗ്രഹിച്ചില്ല. യൂദാസിന്റെ വേർപാട് യേശുവിന്റെ ഹൃദയത്തെ ഒരുപാട് തകർത്ത്. ഇത് മനസ്സിലാകണമെങ്കിൽ മരിയ വാൾത്തോർത്തർ ബുക്കിൽ 16 ഓളിയം കോടീകരിച്ച് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ 640 പേജിൽ മരിയ വാൾത്തോർത്തേക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈശോയുടെ ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന. ഈശോ ആദം മുതൽ അവസാനത്തെ മനുഷ്യന് വേണ്ടിയുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് നടന്നത്. ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഇനി ജനിക്കാനിരിക്കുന്ന, യുഗാന്ത്യം വരെയും ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങളുടെ ഭീകരത മുഴുവൻ ഈശോയുടെ ആത്മാവിലൂടെയും ശരീരത്തിലൂടെയും ചിന്തയിലൂടെയും പിശാച് പ്രലോഭനത്തിന്റെ രൂപത്തിൽ കടത്തിപ്പിടിക്കുകയാണ്. അവിടെയാണ് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റും. ചങ്കുവെട്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദാസിനെ കുറിച്ചുള്ള ഓർമ്മ ഈശോയുടെ ആത്മാവിനെ വല്ലാതെ ഭാരപ്പെടുത്താൻ തുടങ്ങി. അവിടെ മറ്റെല്ലാ ചിന്തകളെയും ഇട്ടിട്ട് പിതാവിനോട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, അപ്പാ, ഞാൻ സ്നേഹിതനെന്ന് വിളിക്കുകയും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത യൂദാസിന്റെ ആത്മാവിനെ എനിക്ക് തരിക. ഞാൻ സ്നേഹിതനെന്ന് വിളിക്കുകയും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത യൂദാസിന്റെ ആത്മാവിനെ എനിക്ക് തരുക. എൻ്റെ സഹനം കുറെ കൂടെ വർദ്ധിപ്പിക്കും.
ഈശോ ആഗ്രഹിച്ചില്ല യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിഞ്ഞിട്ട് കൂടെ കൊണ്ട് നടന്ന് യൂദാസിന്റെയും കൂടെ ആത്മാവിനെ നേടുവാൻ വേണ്ടി ഈശോ വലിയൊരു പരിശ്രമം ഉണ്ടായിരുന്നു. അതാണ് പാപം ചെയ്യും തോറും യൂദാസിന്റെ പിറകെ നടന്ന യേശുക്രിസ്തുവിന്റെ കരുണയാണ് അവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നിലധികം തവണ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ, ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ യൂദാസിനെ തിരുത്താൻ നമ്മുടെ കർത്താവ് ശ്രമിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 24-ഉം 25-ഉം വാക്യത്തിൽ ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ആത്മാവിന്റെ വില, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നിത്യതയിലായിരുന്ന ആത്മാവ്, അവൻ ജനിച്ച് നരകത്ത് പോകുന്നതിനേക്കാൾ, ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ അവൻ ഈ ഭൂമിയിൽ വരാതിരുന്നതായിരുന്നു നല്ലതെന്നാണ് ഈശോ യൂദാസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ യൂദാസ് ചോദിക്കുന്നു, ഗുരു, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഈശോ എന്തു പറഞ്ഞു? നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ യൂദാസിന് പിന്മാറാമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒന്നിലധികം തവണ യൂദാസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്തു, യൂദാസ് ഒറ്റിക്കൊടുത്തില്ലെങ്കിലും മനുഷ്യപുത്രന്റെ പീഡാസഹനവും കുരിശുമരണവും സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുകയാണ്. എന്നാൽ യൂദാസ് ഒറ്റിക്കൊടുക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ കരുണ യൂദാസ് ഒറ്റിക്കൊടുക്കാൻ അനുവദിച്ചില്ല. അവൻ സ്വയം അത് ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാനായിട്ട് വന്ന സമയത്ത് മറ്റ് പട്ടാളക്കാർ കേൾക്കാതിരിക്കുവാൻ വേണ്ടി ചുംബിക്കുന്നതിന് മുമ്പ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യൂദാസേ, നീ എന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കുടിക്കുകയാണ്. സ്നേഹിത എന്ന് വിളിച്ചിട്ടാ, സ്നേഹിത. അപ്പോഴും അവന് വേണമെങ്കിൽ മാറാം, അപ്പന് പിന്മാറാം. ഒന്നിലധികം തവണ യൂദാസിന് വേണ്ടി ഒരു മൽപ്പിടുത്തം പിതാവിനോട് പിടിക്കുകയാണ് യേശുവിന്റെ കരുണ. പ്രിയപ്പെട്ടു, ഇതാണ് ക്രിസ്തുവിന്റെ കരുണ എന്ന് പറയുന്നത്. 1 തിമോത്തി 2:4 പറയാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും നിത്യനാശത്തിലേക്ക് പോകാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ആഗ്രഹിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഏതൊരു മനുഷ്യനും, യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വന്നതല്ല, ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി വന്ന വ്യക്തിയുടെ പേരാണ് യേശു എന്ന്. യോഹന്നാൻ 1:29 പറഞ്ഞു, ഇതാ ലോകം മുഴുവന്റെയും പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകം മുഴുവന്റെയും പാപപരിഹാരമാകുന്നത് ജാതി മതഭേദമില്ലാതെ മനുഷ്യരായി ജനിച്ച സകല മനുഷ്യരുടെയും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പാപപരിഹാരം ചെയ്ത് ഇഞ്ചിഞ്ചായി കുരിശിൽ തൂക്കപ്പെട്ട് 3 ആണിമേൽ മണിക്കൂറുകൾ കിടന്ന് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീലകൾ നെടുവേ കീറി യേശുവിൻ്റെ മരണം പ്രതീക്ഷിച്ച് കിടന്നവര് ആത്മാക്കൾ കല്ലറകൾ തുറന്ന് സ്വർഗത്തിലേക്ക് പോയതുപോലെ ആ കുരിശുമരണത്തിലൂടെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നായിരുന്നു ഈശോയുടെ കരുണയുടെ ലക്ഷ്യം. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഓടി ഒളിച്ച മനുഷ്യനെ തേടി വന്ന സ്നേഹത്തിന്റെ പേരാണ് കരുണ. പ്രിയപ്പെട്ടവരെ, ആ കരുണയ്ക്ക് മാത്രമേ ഇനി ലോകത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആ കരുണയിലേക്ക് തിരിച്ചു വരുവാൻ ആരും ഭയപ്പെടേണ്ടതില്ല. ഏതൊരു കുറ്റവാളിക്കും, ഏതൊരു മാരകഭാവിക്കും, ഏത് ജീവൻ നയിക്കുന്ന വ്യക്തി, സഹോദര, നീ അബോർഷൻ നടത്താൻ വേണ്ടി ക്ലിനിക്ക് ഇട്ടുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിന്റെ പണം പറ്റി നിത്യ നരകത്തിലേക്ക് പോകാനുള്ള വ്യക്തിയല്ല. മറിച്ച് ക്രിസ്തുവിന്റെ കരുണ നിന്നെ തേടി വരികയാണ്. ഈ സന്ദേശത്തിലൂടെ പോലും ക്രിസ്തുവിന്റെ കരുണ നിന്നെ തേടി വരികയാണ്. ഇരുട്ടത്തായിരുന്നുകൊണ്ട് ബെഡ്റൂമിലായിക്കോട്ടെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നോട്ടെ, വെളിച്ചത്തായിക്കോട്ടെ, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരീരികമായി പാപം ചെയ്ത് നിത്യനാശത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ സന്ദേശത്തിലൂടെ കർത്താവിന്റെ കരുണ നിന്നെ തേടി വരികയാണ്. നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും ആവർത്തിച്ച് പറയുകയാണ്, നീ ഇങ്ങനെ ജീവിച്ച് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താനുള്ള വ്യക്തിയല്ല. ക്രിസ്തു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. ക്രിസ്തു നിന്നെ ഇന്നും 2023 ഈ സന്ദേശത്തിലൂടെ നിന്നെ പിന്തുടരുകയാണ്. എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും
ഇന്നും എന്നും ഒരുവനാണെങ്കിൽ 2023 ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സഹോദര സഹോദരി, ക്രിസ്തുവിന്റെ കരുണ നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഓർത്ത് നോക്കിയേ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ യേശു പിതാവായ ദൈവം അനന്തമായ സ്നേഹമായി കടന്നു വന്നതുപോലെ വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ വീണ്ടും കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് കരുണയോട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? പാപമില്ലാത്ത ഒരവസ്ഥയിൽ നീ ക്രിസ്തുവിനെ എങ്ങനെയാണോ സ്നേഹിച്ചത്, പാപമില്ലാതിരുന്നൊരു അവസ്ഥയിൽ ആഴമായ അനുതാപത്തോടുകൂടി ചെയ്തുപോയ ചെറിയ തെറ്റുകളെ ഓർത്തു പോലും അനുദപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കരുണയിൽ നീ എങ്ങനെയാണോ ആശ്രയിച്ചത്, നീ തിരിച്ചു വന്ന് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപം ഉപേക്ഷിച്ച് ആദ്യ സ്നേഹത്തിലേക്കായി തീരുക എന്നുള്ളതാണ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വചനഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിലെ 15 മുതലുള്ള വാക്യത്തിലെ ശപിച്ച് ആണയിട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് പഴയ ജോലിയിലേക്ക് പോയ പത്രോസിനെ തേടി കല്ലിൽ ചുട്ട അപ്പവും വറുത്ത മീനുമായി അമ്മയെ പോലെ കടൽ തീരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അമ്മയെ പോലെ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പത്രോസ്ലിയ യേശുവിനെ തിരിച്ചറിയുന്നില്ല. യോഹന്നാൻ പറയുകയാണ് അത് കർത്താവാണെന്ന്. കർത്താവാണെന്ന് കേട്ട ആ നിമിഷം തന്നെ പത്രോസ് എടുത്ത് ചാടി. എന്തുകൊണ്ടാണ് എടുത്തു ചാടിയത്? ഇങ്ങനെ പിറകെ നടന്ന് സ്നേഹിക്കാൻ, പിറകെ നടന്ന് കരുണ കാണിക്കാൻ, കരുണയുടെ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് കഴിഞ്ഞ 3 വർഷക്കാലമോളം യേശുവിനോടൊപ്പം ആയിരുന്ന പത്രോസ് അനുഭവിച്ചതാണത്. അതുകൊണ്ടാണ് എടുത്തു ചാടാൻ അവനെ നിർബന്ധിച്ചത്. എടുത്തു ചാടി അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ യേശു തള്ളിപ്പറഞ്ഞോ എന്ന് ചോദിച്ചില്ല, പഴയ പണിക്ക് പോയോ എന്ന് ചോദിച്ചില്ല, ശപിച്ചോ എന്ന് ചോദിച്ചില്ല. ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ മറ്റെല്ലാവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അനന്തമായ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയത് ക്രിസ്തുവിൻ്റെ പിറകെ നടക്കുന്ന കരുണയാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏതൊരു പാപിക്കും തിരിച്ചു വരാൻ ഭയപ്പെടേണ്ട. വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ 1488 പറയുന്നു, എൻ്റെ കുഞ്ഞെ, ഈ ലോകത്തിലെ ജീവിതം തീവ്രജ്ഞമാണ്, എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം. എന്നാൽ നീ ഭയപ്പെടേണ്ട, നീ ഒരിക്കലും തനിച്ചല്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് സഹായത്തിനുണ്ടായിരിക്കും. അതിനാൽ നിന്റെ പ്രയാസങ്ങളെ ഒന്നിനെയും ഭയപ്പെടാതെ എന്നെ ചാരുക. വിശ്വാസത്തിന്റെ പാത്രമെടുത്ത് ജീവന്റെ ഉറവയിൽ നിന്ന് നീ കോരിയെടുക്കുക. കർത്താവ് എന്തുകൊണ്ടാണ് കരുണ കാണിച്ച് നമ്മുടെ പിറകെ പോകുന്നത്? പിതാവായ ദൈവം എന്തുകൊണ്ടാണ് അനന്തമായ സ്നേഹത്തിലേക്ക് വീണ്ടും വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്? വിശുദ്ധ പൗസ്തീനയിലൂടെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോക ജീവിതം പ്രലോഭനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും അസ്വസ്ഥതയുടെയും സങ്കടത്തിൻ്റെയും വേദനയുടെയും ദുരിതത്തിൻ്റെയും നടുവിലാണ് ഞാനും നിങ്ങളും. ബലഹീനമായ പാപികളായ ഞാനും നിങ്ങളും അത്രമാത്രം വില കൊടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ പിറകെ പോകുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പിറകെ വരും. 2023 കരുണയുടെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിച്ചത്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ഓർത്തുകൊള്ളുക. അതുകൊണ്ട് പിതാവിൻ്റെ അനന്തമായ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനമാകുന്ന കരുണയും നമ്മുടെ ആത്മാവിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.